കേരളത്തിലെ ഏറ്റവും ദുരൂഹമായ ക്രൈം കേസുകളിലൊന്ന് സുകുമാരക്കുറുപ്പ് കേസ്. സുകുമാരക്കുറുപ്പ് ബ്രൂണയിൽ ജീവനോടെയുണ്ടോ? പുതിയ വെളിപ്പെടുത്തലിന് പിന്നാലെ ഇന്റർപോളിന്റെ സഹായം തേടിയിരിക്കുകയാണ് കേരള പോലീസ്. 42 വർഷമായി പോലീസിനെയും അന്വേഷണ ഏജൻസികളെയും വട്ടം കറക്കുന്ന ഈ കേസ് ഇപ്പോൾ വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ്. കാരണം സുകുമാരക്കുറുപ്പ് മരിച്ചിരിക്കാമെന്ന അന്വേഷണ സംഘത്തിന്റെ നിഗമനത്തിനിടെ അദ്ദേഹം ബ്രൂണയിൽ ജീവനോടെയുണ്ടെന്ന പുതിയ വെളിപ്പെടുത്തലാണ് പുറത്തുവരുന്നത്. റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനും കേസിന്റെ മുൻ അന്വേഷണ സംഘാംഗവുമായിട്ടുള്ള അലി അക്ബറാണ് ഈ വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നത്. സുകുമാരക്കുറുപ്പ് ബ്രൂണയിൽ നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട് കഴിയുന്നുവെന്നാണ് അലി അക്ബറിന്റെ അവകാശവാദം. ഇൻഡോ മലേഷ്യൻ വംശജൻ എന്ന വ്യാജേനയാണ് കുറുപ്പ് ഇപ്പോൾ വിദേശത്ത് കഴിയുന്നതെന്നും ഭാര്യയുമായും ചില ബന്ധുക്കളുമായും അദ്ദേഹം ഇപ്പോഴും ബന്ധപ്പെടാറുണ്ടെന്നുമാണ് അലി അക്ബർ ആരോപിക്കുന്നത്. കുറുപ്പിൻ്റേതാണെന്ന് അവകാശപ്പെടുന്ന ഒരു ചിത്രവും അദ്ദേഹം മാധ്യമങ്ങൾക്ക് കൈമാറി. എന്നാൽ ഈ അവകാശവാദം ശരിയാണ്? ഇതാണ് ഇപ്പോൾ കേരള പോലീസിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ ചോദ്യം. പുതിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്റർപോളിന്റെ സഹായം തേടുമെന്ന് ക്രൈംബ്രാഞ്ച് മേധാവി ADGP H. വെങ്കടേഷ് അറിയിക്കുകയുണ്ടായി. കുറുപ്പിൻ്റെതെന്ന് പറയപ്പെടുന്ന പാസ്പോർട്ട്, ഫോട്ടോ, മൊബൈൽ കണക്ഷൻ എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ തേടാനാണ് ആദ്യ നീക്കം. അതേസമയം സുകുമാരക്കുറുപ്പ് ഇപ്പോഴും ജീവനോടെ ഉണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് നിലവിൽ കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ ഒരു നിഗമനം. വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന കേസുകൾ തീർപ്പാക്കാനുള്ള സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായിട്ടാണ് 3 മാസം മുൻപ് സുകുമാരക്കുറുപ്പ് കേസ് ക്രൈംബ്രാഞ്ച് വീണ്ടും സജീവമായി അന്വേഷിക്കാൻ തുടങ്ങിയത്. ജാർഖണ്ഡിലെ ബൊക്കാറോയിൽ 1989 സുകുമാരക്കുറുപ്പിനെ കണ്ടതായി ആലപ്പുഴ ചെങ്ങന്നൂർ സ്വദേശിനി രത്നമ്മ അന്വേഷണ സംഘത്തിന് മൊഴി കൊടുത്തിരുന്നു. നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന കുറുപ്പുമായി അന്ന് സംസാരിച്ചുവെന്നാണ് അവർ മൊഴി കൊടുത്തത്. ഈ വിവരങ്ങളും മറ്റ് അന്വേഷണങ്ങളുമാണ് കുറുപ്പ് മരിച്ചിരിക്കാമെന്ന നിഗമനത്തിലേക്ക് ക്രൈംബ്രാഞ്ചിനെ കൊണ്ടുചെന്നെത്തിച്ചത്. ജീവിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തിന് 83 വയസ്സുണ്ടാകുമെന്നാണ് കണക്ക്. കടുത്ത ഹൃദയരോഗബാധിതനായിരുന്നു അദ്ദേഹം. ഇത്രയും കാലം അങ്ങനെ ജീവിച്ചിരിക്കാൻ സാധ്യത കുറവാണെന്നും അന്വേഷണ സംഘം വിലയിരുത്തി. 1984 ജനുവരി 22 ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനായി ആലപ്പുഴയിലെ ഫിലിം റെപ്രസെന്റേറ്റീവ് ആയിരുന്ന ചാക്കോയെ കൊലപ്പെടുത്തിയ കേസിലാണ് സുകുമാരക്കുറുപ്പ് മുഖ്യപ്രതിയായിട്ടുള്ളത്. സ്വന്തം മരണം വ്യാജമായി സൃഷ്ടിക്കാൻ ചാക്കോയെ കൊലപ്പെടുത്തി കാറിനുള്ളിൽ കത്തിച്ചു എന്നുള്ളതാണ് കേസ്. കൊലപാതകത്തിന് ശേഷം രാജ്യം വിട്ടതായും രൂപമാറ്റം നടത്തി ഇന്ത്യയിൽ തന്നെ ഒളിവിൽ കഴിഞ്ഞതായും ഒക്കെ അനവധി കഥകളാണ് വർഷങ്ങളായി പ്രചരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങൾ മുതൽ നേപ്പാൾ, ഭൂട്ടാൻ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ വരെ അന്വേഷണം വ്യാപിപ്പിച്ചുവെങ്കിൽ പോലും സുകുമാരക്കുറുപ്പിനെ കണ്ടെത്താൻ പോലീസിന് ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ബ്രൂണയിൽ ജീവനോടെ ഉണ്ടെന്ന പുതിയ വെളിപ്പെടുത്തലോടെ കേസ് വീണ്ടും പുതിയ വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുന്നു. 42 വർഷമായി തുടരുന്ന ഈ ഒളിച്ചുകളി അവസാനിക്കുമോ? സുകുമാരക്കുറുപ്പ് ശരിക്കും മരണപ്പെട്ടോ? അതോ പുതിയ പേരിൽ മറ്റൊരു രാജ്യത്ത് ഇന്നും ജീവിച്ചിരിപ്പുണ്ടോ? ഉത്തരം കണ്ടെത്താൻ ഇന്റർപോളിലേക്കും അന്വേഷണം നീളുകയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.